നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത പുറത്തു വരികയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശബ്ദിച്ചാൽ നിന്നെ തട്ടിക്കളയുമടി, നിന്നെ കൊന്ന് തള്ളുമടി എന്ന് കഴിഞ്ഞ ദിവസം രാത്രി 9 മണിക്കും പിന്നീട് 10 മണിക്കും ഈ യുവനടിയുടെ വീട്ടിൽ, റിനി എന്ന നടിയുടെ വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഈ ഒരു സംഭവം നടന്നത്. ആദ്യം 9 മണിയോടുകൂടി റിനിയുടെ എറണാകുളത്തുള്ള റിനിയുടെ വീട്ടിന്റെ മുൻവശത്തുള്ള ഗേറ്റ് തുറക്കാൻ ഒരാൾ ശ്രമിച്ചിരുന്നു. അത് കണ്ടതും അകത്തുനിന്നും ആൾക്കാർ പുറത്തേക്ക് വന്ന് നോക്കിയപ്പോൾ ഇയാൾ സ്കൂട്ടറിൽ രക്ഷപ്പെടുകയാണ് ചെയ്തത്. പിന്നീട് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ 10 മണിയോടുകൂടി മറ്റൊരാൾ വീടിന് മുന്നിലേക്ക് വരുന്നു. ഉറക്കെ, അതായത് വീടിന് മുറ്റത്ത് ആൾ നിൽപ്പുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് ഉറക്കെ അവർ കേൾക്കാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തെ തൊടുകയാണെങ്കിൽ നിന്നെ തട്ടിക്കളയുമടി എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി അസഭ്യ വാക്കുകൾ ഉപയോഗിച്ചു എന്നാണ് റിനി പറയുന്നത്. റിനി പിന്നീട് പറയുന്നത്, ഇത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് ഞാൻ ഒരിടത്തും പറഞ്ഞ് പരാതി കൊടുത്തിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തെ സ്നേഹിക്കുന്ന ആരാധകരോ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞ് ആരെങ്കിലും കൊണ്ട് ചെയ്യിച്ചതോ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തെ ഒപ്പം കോൺഗ്രസിനെയൊക്കെ തന്നെ വിശ്വസിക്കുന്ന ആരെങ്കിലും ഒക്കെ ആകാനാണ് സാധ്യത എന്നാണ് റിനി ഇപ്പോൾ പറയുന്നത്. വാർത്ത കേൾക്കുന്ന പലർക്കും തോന്നുന്നത്, തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തെ ഇഷ്ടപ്പെടുന്ന ഒരാൾ അല്ലെങ്കിൽ രാഹുലിനെ സംരക്ഷിക്കണമെന്ന് വിചാരിക്കുന്ന ഒരാൾ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഒപ്പം നിൽക്കുന്ന ഒരാൾ ഒരിക്കലും ഒരു കാരണവശാലും റിനിയുടെ വീട്ടിൽ വന്ന് ഇത്തരത്തിൽ, അതും ആൾക്കാർ കേൾക്കുന്ന വിധത്തിൽ രാഹുൽ മാങ്കൂട്ടത്തെ തൊട്ട് കളിച്ചാൽ അത് തന്നെ തട്ടും എന്ന് പറയുന്ന തരത്തിൽ ആരും പറയില്ല എന്നാണ് തോന്നുന്നത്. കാരണം അത്തരം ഒരു മണ്ടത്തരം കാണിക്കാൻ, പ്രത്യേകിച്ചും ഈ ഒരു ഘട്ടത്തിൽ ഏതായാലും ആരും തന്നെ തുനിഞ്ഞിറങ്ങില്ല എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം രാഹുൽ മാങ്കൂട്ടത്തും ഒരു വലിയ പടുകുഴിയിൽ വീണ് കിടക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തെ ഇഷ്ടപ്പെടുന്നവർ, രാഹുലിനെ സ്നേഹിക്കുന്നവർ, ഒപ്പം കോൺഗ്രസിന്റെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വിശ്വസിക്കുന്നവരൊക്കെ തന്നെ രാഹുലിനെ പിടിച്ചു കയറ്റാൻ മാത്രമേ ശ്രമിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ആ പടുകുഴിയിലേക്ക് മണ്ണ് വാരി ഇടാൻ ഏതായാലും ശ്രമിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കാര്യം, ഇപ്പോൾ ഈ റിനി ആരോപിക്കുന്ന ആരോപണം ഒരു പക്ഷേ മറുപാളയത്തിൽ നിന്ന്, AKJ സെന്ററിൽ നിന്നോ അല്ലെങ്കിൽ അത്തരത്തിൽ മറുപാളയത്തിൽ നിന്നുള്ള ആരെങ്കിലും ആയിരിക്കാം. അതും കൂടി രാഹുലിന്റെ തലയിലോട്ട് ഇരുന്നോട്ടെ എന്നുകൊണ്ട് തന്നെ ആയിരിക്കാം രാഹുൽ മാങ്കൂട്ടത്തെ തൊട്ടാൽ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പറഞ്ഞാൽ നിന്നെ കൊന്നുകളയും എന്ന് ഇവിടെ നിൽക്കുന്ന, മറുവശത്ത് നിൽക്കുന്ന ആള് കേൾക്കാൻ വേണ്ടി വിളിച്ചു കൂവിയതും അതുകൊണ്ടായിരിക്കാം എന്നുള്ളതാണ്. തീർച്ചയായും അത്തരത്തിലേക്ക് സംഭവിക്കാനുള്ളൂ. എന്തായാലും റിനി പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട്. പോലീസ് അന്വേഷിക്കുകയാണെങ്കിൽ, CCTV ദൃശ്യങ്ങൾ അടക്കമുള്ളവ പരിശോധിക്കുകയാണെങ്കിൽ ആരാണ് ഇതിന്റെ വേര് എവിടെ നിന്നാണ് എന്ന് കൃത്യമായി മനസ്സിലാകും. ഒരുപക്ഷെ ഇതിപ്പോൾ പരാതി മാത്രമായിരിക്കാം. ആരാണ് എന്ന് മനസ്സിലാവുകയാണെങ്കിൽ കേസായിട്ട് മുന്നോട്ട് പോകാൻ ചിലപ്പോൾ കഴിയണം എന്നില്ല. പക്ഷെ അപ്പോഴും ഇപ്പോൾ റിനി പോലീസ് സംരക്ഷണം ആവശ്യപ്പെടുമെന്നാണ് മനസ്സിലാകുന്നത്. പോലീസിനോട് സംസാരിച്ച ശേഷം, കൂടിയാലോചനകൾക്ക് ശേഷം ഒരു സംരക്ഷണം ആവശ്യപ്പെടും. കാരണം ഇത്തരത്തിലൊരു വെല്ലുവിളിയൊക്കെ നടത്തുമ്പോൾ ജീവന് ഭയമുണ്ട്, കുടുംബക്കാർക്കടക്കമുള്ളവർക്ക് വലിയ ഭയമുണ്ട് എന്നാണ് റിനി പറയുന്നത്. മാത്രമല്ല റിനി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് തടഞ്ഞുള്ള ഹൈക്കോടതിയുടെ വിധിയിൽ ഒരു പ്രതികരണം കൂടി നടത്തുന്നുണ്ട്. ഇത് തെറ്റായ കീഴ്വഴക്കമാണ് സംഭവിക്കുന്നത്. ഈ ഇരയാക്കപ്പെടുന്ന പെൺകുട്ടികൾ എന്ത് വിശ്വസിച്ചാണ് പിന്നീട് പോലീസിനോടോ കോടതിയോടോ പരാതിയുമായി വരിക? ഉദ്യോഗസ്ഥരുടെ തലത്തിലുള്ള ചർച്ചകളാണ് ഇതിനെ പ്രധാനമായും വഴിവെക്കുന്നത്. ഇത്തരത്തിലുള്ള സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇരയാക്കപ്പെട്ട പെൺകുട്ടികൾ ഇപ്പോൾ ഭയക്കുകയാണ്, കേസുമായി മുന്നോട്ട് പോകാൻ ഭയക്കുകയാണ്. എന്നെ പോലെയുള്ളവരുടെ അവസ്ഥ പരിതാപകരമാണ് എന്നും റിനി ഒരു കമന്റ് നൽകിയിട്ടുണ്ട്. എന്തായാലും റിനിയെ ഭീഷണിപ്പെടുത്തിയത് ആരായിരിക്കുമെന്ന് ഒന്ന് ഇരുത്തി ചിന്തിച്ചാൽ മനസ്സിലാകുമെന്നാണ് പലരും ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത്.